ശരിക്കും അദ്ദേഹം കാലത്തിൻ്റെ സങ്കീർണതകളും ജീവിതത്തിൻ്റെ സമസ്യകളുമാണ് അദ്ദേഹത്തിൻ്റെ ആഖ്യായികൾക്ക് നോവലുകൾക്ക് പ്രമേയമാക്കിയത്. പലതും ഒരുപക്ഷെ പരിചിതമായ അദ്ദേഹത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളും അതുപോലെ തന്നെ ജീവിത പശ്ചാത്തലവുമാണ്. അദ്ദേഹത്തിന് പരിചിതമായ ജീവിത പശ്ചാത്തലമാണ് അദ്ദേഹത്തിൻ്റെ മിക്കവാറും നോവലുകളിൽ കഥകളിലൊക്കെ പ്രമേയമായും പശ്ചാത്തലമായും വരുന്നത്. പക്ഷെ അതിൽ നിന്ന് വേറിട്ട് മറ്റൊരു കാലാതിവർത്തിയായ നോവൽ ആയി നമുക്ക് വേണമെങ്കിൽ രണ്ടാമൂഴത്തെ കണക്കാക്കാം. അത് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് രചന എന്ന് വേണമെങ്കിൽ വിളിക്കാം. എനിക്ക് തോന്നുന്നത് 1977 അദ്ദേഹം അതിൻ്റെ രചന ആരംഭിച്ചത്. അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ട ഒരു അവസരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ നോവലിനെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി ആലോചിച്ചത്. അപ്പോൾ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നു. 1977 അത്ര വളരെ ഗുരുതരമായ രോഗം ബാധിച്ച് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലുള്ളൊരു രചന പൂർത്തിയാക്കണം എന്ന ഉത്കടമായ ആഗ്രഹമാകാം ഒരുപക്ഷെ ആ രോഗശൈലിയിൽ നിന്ന് അദ്ദേഹത്തെ വീണ്ടെടുക്കാൻ സഹായിച്ചത്. പിന്നീട് ഏതാണ്ട് 7 വർഷത്തോളം നീണ്ട ഒരു ഒരു റിസർച്ച് ഗവേഷണം, ദീർഘമായ ഗവേഷണത്തിന് ശേഷമാണ് അദ്ദേഹം ആ നോവൽ പൂർത്തിയാക്കിയത്. 1983 അദ്ദേഹം ആ നോവൽ പൂർത്തിയാക്കി, 84 പൂർത്തിയാക്കി, 85 അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി പറയണമെന്ന് തോന്നുന്നു. MTയെ പോലെ ഭാഷ സ്വന്തം വഴിക്കു നിൽക്കുന്ന, ചൊൽപ്പടിക്കു നിൽക്കുന്ന ഒരു വലിയ പ്രതിഭയ്ക്ക് അത്രമേൽ വർഷങ്ങൾ അതിൽ ചിലവഴിക്കാൻ തോന്നുന്നത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ടാണ്. അത് ഞാൻ എടുത്തു പറയുന്നത് പല എഴുത്തുകാരും MTയുടെ ഓരോ വാക്കിനെ കുറിച്ചുമുള്ള ആത്മാർത്ഥതയെക്കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹം നമ്പൂതിരിയോട് അതിൽ വരഞ്ഞിട്ട ചിത്രങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ, ഭീമന്റെ ആഭരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്തൊക്കെയാണോ രണ്ടാമൂഴത്തിൽ പറഞ്ഞിട്ടുള്ളത്, 400ഓളം പുസ്തകങ്ങളെ അദ്ദേഹം ഗവേഷണത്തിന് വേണ്ടി മാത്രമായി ആ എഴുത്തിന് ചെലവഴിച്ചിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്, വായിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം എങ്ങനെ നിർവഹിച്ചു എന്നുള്ളതിനെപ്പറ്റി നമ്മൾക്ക് അത്ഭുതത്തോടു കൂടി അല്ലാതെ ചിന്തിക്കാൻ കഴിയില്ല. അത്രമേൽ അക്ഷരങ്ങളോട് അദ്ദേഹം ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു ധ്യാന നിർവിശേഷമായ ഒരു രൂപം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വരുന്ന എഴുത്തുകാർക്കും വായിക്കുന്നവർക്കും അറിഞ്ഞ് അത്ഭുതപ്പെടാൻ ഉതകുന്നതാണ്. തീർച്ചയായും അത്ര ബൃഹത്തായ ഒരു രചനയാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ദീർഘമായ ഒരു ഗവേഷണവും അതിനുവേണ്ടി നടത്തിയത്. അദ്ദേഹം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം തർജ്ജമ പൂർണ്ണമായും അദ്ദേഹം വായിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളെ അദ്ദേഹം ആശ്രയിച്ചു. കിസരി മോഹൻ, നേരത്തെ ഇവിടെ ശ്രീ കെ മധു സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, കിസരി മോഹൻ ഗാംഗുലിയുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള മഹാഭാരത തർജ്ജമ പൂർണ്ണമായും അദ്ദേഹം വായിച്ചു. അത് സംബന്ധിച്ചുള്ള മറ്റ് അനുബന്ധ പഠനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നോവൽ രചനയ്ക്ക് അദ്ദേഹം ആശ്രയിക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് അദ്ദേഹം ഈ രചന നിർവഹിച്ചത്. അദ്ദേഹം തന്നെ പലപ്പോഴും ഈ രണ്ടാമൂഴത്തിൻ്റെ രചനാ സന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് നിശബ്ദമായ ചില മുഹൂർത്തങ്ങൾ വിട്ടേച്ചു പോയ കൃഷ്ണദ്വൈപായനന് നന്ദി എന്ന് വ്യാസന് നന്ദി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മഹാഭാരത കഥ നിശബ്ദമാക്കിയ ചില മുഹൂർത്തങ്ങൾ, അതുപോലെ തന്നെ ചില വ്യക്തികൾ, ചില കഥാപാത്രങ്ങൾ, അവരെ കൂടുതൽ അടുത്തുനിന്ന് കാണാനും ഒക്കെയാണ് അദ്ദേഹം ശ്രമിച്ചത്. മറ്റൊന്ന്, അദ്ദേഹം ഈ മഹാഭാരത കഥയെ അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട കഥാപാത്രങ്ങളുടെ വീക്ഷണകോണിലൂടെ കാണാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു കഥാപാത്രമായാണ് അദ്ദേഹം ഭീമനെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് നോവൽ രചനയിലൊക്കെ സാധാരണ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പെർസ്പെക്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു രചനാ സമ്പ്രദായമാണ്. ഒരു കഥാപാത്രത്തിൻ്റെ വീക്ഷണകോണിലൂടെ ആ കഥാപരിസരങ്ങളും കഥാപ്രമേയവും വികസിക്കുന്നതാണ് ഈ രണ്ടാമൂഴത്തിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള രചനാ ശൈലി. അദ്ദേഹം ഈ പഞ്ചപാണ്ഡവന്മാരുടെ വാനപ്രസ്ഥ യാത്രയാണ് ശരിക്കും സന്ദർഭം. വാനപ്രസ്ഥ യാത്രയിൽ ദ്രൗപദി പഞ്ചപാണ്ഡവന്മാരെ അനുഗമിക്കുന്നുണ്ട്. ആ യാത്രയിൽ തളർന്നു വീണുപോകുന്നു ദ്രൗപദി. പക്ഷേ മനുഷ്യത്വത്തിനു പകരം ധാർമ്മികത എന്നും ഉയർത്തിപ്പിടിക്കുന്ന ധർമ്മപുത്രരും മറ്റുള്ളവരും ദ്രൗപദി വീണുപോയിട്ടും തളർന്നു പോയിട്ടും ഒരു നിൽക്കാൻ അവർ തയ്യാറാകുന്നില്ല. അവരെ തിരിഞ്ഞു നോക്കാതെ യാത്ര തുടരുകയാണ്. ദ്രൗപദിയുടെ അടുത്ത് നിൽക്കുന്നത് ഭീമൻ മാത്രമാണ്. അപ്പോഴും പക്ഷെ ദ്രൗപദി തളർന്ന കണ്ണുകൾ ഉയർത്തി ദ്രൗപദി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അർജുനനെയാണ്. അത് ഭീമന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആ മുഹൂർത്തത്തിൽ അദ്ദേഹം
വീണ്ടും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ പഞ്ചപാണ്ഡവരുടെ ജീവിത കഥ ഓർക്കുന്നതായിട്ടാണ് ഈ നോവലിൻ്റെ പ്രമേയം വികസിക്കുന്നത്. അങ്ങനെ മറ്റാരും ഈ രചനാതന്ത്രത്തിലും ആഖ്യാന ശൈലിയിലും ഒക്കെ മറ്റാരും സ്വീകരിക്കാത്ത ഒരു തരം ശൈലി അല്ലെങ്കിൽ ക്രാഫ്റ്റ് അദ്ദേഹം ഈ നോവൽ രചനയ്ക്ക് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രം ബൃഹത്തായ ഒരു നോവലായി നമുക്ക് കാണാം. ഇതിഹാസത്തെ, ചരിത്രത്തെ അല്ലെങ്കിൽ അതുപോലുള്ള പ്രമേയങ്ങളെയൊക്കെ തന്നെ ആശ്രയിച്ച് നോവൽ രചന നടത്തുമ്പോൾ നേരിടുന്ന ധാരാളം വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെയൊക്കെ മറികടക്കാനും സാധാരണ വായനക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ധാരാളം കഥാപാത്രം, ഇപ്പോൾ ഘടോൽക്കജൻ, അഭിമന്യു, അങ്ങനെയുള്ള ഹിഡുംബി, അങ്ങനെയുള്ള ധാരാളം കഥാപാത്രങ്ങൾ ഈ മഹാഭാരത കഥ വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അവരെ അടുത്തു നിന്ന് കാണാൻ കഴിയില്ലായിരിക്കും. പക്ഷെ അവരുടെയൊക്കെ കൂടുതൽ തിളക്കമാർന്ന പ്രതിരൂപങ്ങൾ ഈ നോവൽ രചനയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹാഭാരതം ശ്രദ്ധാപൂർവം വായിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന പല കാരണങ്ങളുണ്ട്. ബാലസാഹിത്യ കൃതികളും ചിത്രകഥകളും ജനമനസ്സിലുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഭീമന്റെ ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭീമനെ ഒരു മനുഷ്യനായി, മനുഷ്യപക്ഷത്ത് നിന്ന് ഭീമനെ അവതരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു മഹത്തായ നോവലാണ്, ഒരു ഇതിഹാസ നോവലാണ്. എല്ലാവരെയും അതായത് മഹാഭാരതം നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളെ എല്ലാവരെയും നമ്മൾ ദൈവതുല്യരായിട്ടാണ് കണ്ടത്. അവിടെ നിന്ന് MTയുടെ വീക്ഷണകോണിൽ അവരൊക്കെ മനുഷ്യരായി മാറുകയാണ്. അതാ നേരത്തെ പ്രമേഷ് പറഞ്ഞു, മോക്ഷയാത്രയാണ്. തിരികെ നടക്കുന്ന ഓരോ ചുവടിനും നഷ്ടപ്പെടുന്നത് സ്വർഗങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരാൻ ഭീമനെ പ്രേരിപ്പിക്കുന്നത് പ്രണയമാണ്. ഏതു പ്രണയം? ഒരിക്കലും പൂർണ്ണാർത്ഥത്തിൽ തനിക്ക് നേരെ വെച്ചു നീട്ടപ്പെടാത്ത പ്രണയം. അതെപ്പോഴും എനിക്ക് തോന്നുന്നത് വ്യാസന്റെ മൗനങ്ങളിലാണ് MDയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. വ്യാസന് പല കാര്യങ്ങളും പറയാതെ പറഞ്ഞു പോവുകയാണ്. എന്നാൽ MD ഒരു മനുഷ്യൻ എന്ന നിലയിൽ അതിനെ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് രണ്ടാം മൂഴം ഒരുപക്ഷെ ലോക ക്ലാസുകളിലേക്ക് നമുക്ക് എടുത്തു വെക്കാമെന്ന് പറയുന്നത്. ഒരാൾ എഴുതി തീർത്തതിനെ മറ്റൊരാൾ ആ മൗനത്തിൽ നിന്ന് മറുപടിയായി കൊടുക്കുകയും ആ മറുപടിയിലൂടെ മഹാഭാരതത്തെ അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ വേറിട്ട രീതിയിലേക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാറ്റം, അത് അനശ്വരമായിട്ടുള്ള ഒരു തൂലികയിലൂടെ മാത്രമേ സാധ്യമാകൂ. അതിന് സാധിച്ചിട്ടുള്ള മഹാനായ എഴുത്തുകാരനാണ് MD എന്ന് വീണ്ടും വീണ്ടും ലോകം അനുസ്മരിച്ചുകൊണ്ടേയിരിക്കും. പാണ്ഡവരെ മാത്രമല്ല, ശ്രീകൃഷ്ണനെ പോലും, ശ്രീകൃഷ്ണന് അർജുനനോട് മാത്രമുണ്ടായിരുന്ന പ്രത്യേകമായ കരുതൽ, ഘടോൽക്കജൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന വികാരങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ തുറന്നെഴുതാൻ MTയെ പോലെ അല്ലാതെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കാലത്താണെങ്കിൽ പ്രത്യേകിച്ച്, ഇപ്പോൾ നിർമ്മാല്യത്തെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചു, ഈ കാലത്താണെങ്കിൽ പ്രത്യേകിച്ചും ആരാലും അനുവദിച്ചു കൊടുക്കാത്ത, ക്രിസ്മസ് ആഘോഷിക്കാൻ ബുദ്ധിമുട്ടുകളുള്ള കാലത്ത് MT എഴുതി. അതിൽ ഘടോൽക്കജന്റെ കാര്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അവൻ ഇങ്ങനെയും മരിക്കേണ്ടവനായിരുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ തന്നെ. അതുകൊണ്ട് ഒരുപക്ഷെ ആ രാഷ്ട്രീയം ഒരുപക്ഷെ എഴുത്തുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്, നിറം കൊണ്ടോ വർഗം കൊണ്ടോ ലോകം രണ്ടായി കാണുന്ന മനുഷ്യർ, അതാണ് അവഗണനയുടെ രാഷ്ട്രീയത്തെ പറയാൻ സാധിച്ചു. അതിപ്പോൾ ഭീമനെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നേരത്തെ പ്രമേഷ് പറഞ്ഞ പോലെ ധർമ്മപുത്രരും അതോടൊപ്പം തന്നെ മഹാബലവാനായിട്ട് അർജുനൻ എത്തുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു ജന്മമായിട്ടാണ് ഭീമസേനനെ നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ പറ്റും. പക്ഷേ അതേസമയം തന്നെ നോക്കൂ, ഭീമൻ ദ്രൗപദിയോട് ഒരിക്കലും തിരിച്ചതേ പൂർണ്ണാർത്ഥത്തിൽ കിട്ടാത്ത പ്രണയത്തിന്റെ പേരിൽ വേദനിക്കുമ്പോൾ അദ്ദേഹം ഹിഡുംബി എന്ന അദ്ദേഹത്തിന്റെ കാമുകിയോട്, അദ്ദേഹത്തിന്റെ ഭാര്യയോട്, ഒരു പുത്രനെ നൽകിയ സ്ത്രീയോട് കാണിക്കുന്ന അവഗണനയെ പറ്റി, അല്ലെങ്കിൽ അത്തരം അവഗണനകൾക്ക് മുന്നിൽ നിശബ്ദനായി നിൽക്കുന്ന കാലത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഘടോൽക്കജനെ ഒരു പക്ഷെ ഞാൻ തന്നെ എന്ന് കൃഷ്ണൻ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഭീമൻ. അങ്ങനെ ഇങ്ങനെയെല്ലാം ചിന്തിക്കാനും പറയാൻ വേണ്ടി മലയാളിയെ പ്രേരിപ്പിക്കുന്ന ഒരു തീ മലയാള സാഹിത്യത്തിൽ ഇട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, ആ തീ തുടർന്നങ്ങോട്ട് പടരുകയും നിരവധി എഴുത്തുകാർ ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ് മലയാളത്തിൻ്റെ MD എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്.